നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളെ കാണാൻ പതിവായി എത്തിയിരുന്ന വയോധികയെ കൊന്നു കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. എറണാകുളം കനയന്നൂർ ഹാർമണി ഹോംസ് ചക്കാല മഠത്തിൽ സുഭദ്രയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവരെ കാണാനില്ലെന്ന് മകൻ രാധാകൃഷ്ണൻ ഓഗസ്റ്റ് 4 പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവസ്ഥലത്ത് എത്തിയ പോലീസ് ഇവിടെ കുഴിയെടുത്ത് പരിശോധന നടത്തുകയാണ്. ദൂരെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുള്ള സുഭദ്രയെ 4-ാം തീയതി രാത്രി 8:30 ശേഷമാണ് കാണാതായത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇത് ഇവരുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കാനാണ് നീക്കം. പ്രദേശത്ത് നിന്ന് കനത്ത ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നും മൃതദേഹത്തിന് ആഴ്ചകളോളം പഴക്കമുണ്ട് എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. വീടിന് സമീപത്ത് പോലീസ് നായ എത്തിച്ചു നടത്തിയ പരിശോധനയിൽ മൃതദേഹം പറമ്പിൽ കുഴിച്ചിട്ടുവെന്ന അനുമാനത്തിലെത്തുകയായിരുന്നു. കൊച്ചി സിറ്റിയിലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൃത്യസ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാട്ടൂരാണെന്ന് കാണിച്ച് തുടർന്നുള്ള അന്വേഷണം മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സുഭദ്ര കോർത്തശ്ശേരിയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തുന്നത്. കാട്ടൂർ സ്വദേശി മാത്യൂസ്, ഭാര്യ മംഗലാപുരം സ്വദേശി ഷർമിള എന്നിവരാണ് കോർത്തശ്ശേരിയിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇവരെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് 7 കോർത്തശ്ശേരിയിലെ കൂലിപ്പണിക്കാരനെ കണ്ട് വീടിന് സമീപത്തെ കുഴി എടുത്തെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മണ്ണുനീക്കി പരിശോധന ആരംഭിച്ചത്. തീർത്ഥാടന യാത്രക്കിടെയാണ് ഷർമിളയെ സുഭദ്ര പരിചയപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 73 വയസ്സുകാരിയ സുഭദ്ര മറ്റൊരു തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടി ഷർമിളയുടെ വീട്ടിലേക്ക് പോയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. സെപ്റ്റംബർ 4 വീട്ടിൽ നിന്ന് ഇറങ്ങിയ സുഭദ്രയെ കാണാതായതിനു പിന്നാലെ സെപ്റ്റംബർ 7 മകൻ രാധാകൃഷ്ണൻ പോലീസിന് പരാതി നൽകുന്നത്. ക്ഷേത്ര ദർശനത്തിന് പോയ അമ്മ തിരികെ വന്നില്ല എന്നാണ് പരാതി. സുഭദ്രയെ സ്വർണവും പണവും കവർന്ന ശേഷം കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സുഭദ്ര ഒറ്റയ്ക്കായിരുന്നു കടവന്ത്രയിലെ വീട്ടിൽ താമസിച്ചിരുന്നതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇവരെ കാണാൻ ഇടയ്ക്കിടെ ഒരു സ്ത്രീ വന്നിരുന്നു. അവർക്കൊപ്പമാണ് കൊച്ചിയിൽ നിന്ന് പോയതെന്നും സുഭദ്രയുടെ പക്കൽ സ്വർണവും പണവും ഉണ്ടായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇത് കവർന്ന ശേഷമുള്ള കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊലപാതകമെന്ന് സംശയം ഉയർന്നതോടെ കേസ് ആലപ്പുഴ പോലീസിന് കൈമാറുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ്. കലവൂരിലെ വീട്ടിൽ കസ്റ്റഡിയിലുള്ള ആൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. കടവന്ത്ര സ്വദേശി സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കലവൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന്റെ ഭാഗങ്ങളെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. എന്നാൽ ഇത് സുഭദ്രയുടെ തന്നെയാണോ എന്ന് വ്യക്തമല്ല. ഈ വീട്ടിൽ താമസിച്ചിരുന്ന സുഭദ്രയുടെ സുഹൃത്ത് ഷർമിളയും മാത്യൂസും ഒളിവിലാണ്. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സുഭദ്രയെ എന്തിന് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന് കണ്ടെത്തേണ്ടത് പോലീസിന് മുന്നിലെ വെല്ലുവിളിയാണ്. ആര് ചെയ്തു എന്നും ആർക്കു വേണ്ടി ചെയ്തു എന്നതും വരും മണിക്കൂറിൽ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.